Hello, hi everyone, welcome to Steffi's Color Palette. തമ്മിൽ കണ്ട പോലെ തന്നെ ഐക്യ ഹാളാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ബാംഗ്ലൂർ ഐക്യാണ് വിസിറ്റ് ചെയ്തത്. ആദ്യത്തെ വിസിറ്റാണ് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോയത്. നമ്മൾ ജസ്റ്റ് ഫ്രൈഡേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്കൊരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർ പോയത്. അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളവിടെ ഐക്യ, എൻ്റെ വലിയൊരു നാളത്തെ ആഗ്രഹമാണ്. ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ട്, പലരെയും വീഡിയോസൊക്കെ കണ്ട്, അതേപോലെ തന്നെ ഈ ഓർഗനൈസിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ആളുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഐക്യ പോകണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ അകത്ത് അതില്ലല്ലോ. ബാംഗ്ലൂർ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം പല വീഡിയോസിലായിട്ട് ആളുകൾ ഐക്യ വിസിറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കി അവിടെ ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ അടുത്താണോ എന്ന്. അപ്പോൾ ഞങ്ങൾ പോയത് ഐക്യയുടെ ആ ഒരു സൈഡിൽ നിന്നാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തിരിച്ച് വരുമ്പോൾ കയറാം എന്നുള്ള രീതിയിലാണ് ഐക്യയിൽ കയറിയത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ പോലെയാണ്. അതായത് ഓരോ ബെഡ്റൂം, ഓരോ കിച്ചൺ, ഓരോ റൂമായിട്ട് ഇങ്ങനെ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സുകളുടെ എല്ലാം ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യാം. ഗ്രൗണ്ടിൽ അവരുടെ വെയർ ഹൗസിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അത് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് എന്ന്. അപ്പോൾ ഫസ്റ്റ് വിസിറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ കുറേ ടൈം മുകളിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങ് താഴെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് മാക്സിമം നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു നമുക്കൊരു ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബസ്സിനാണല്ലോ പോയത്. അപ്പോൾ കൊണ്ടുവരുന്നതിനൊരു ലിമിറ്റുണ്ട്. കാരണം ഞങ്ങൾ ആകെ ഞാനും ഹസ്ബൻഡും ജസ്റ്റ് ആ ഒരു ബാക്ക് പാക്ക് മാത്രമേ എടുത്തിരുന്നുള്ളൂ. അപ്പോൾ കൊണ്ടുവരുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് പ്രോമിസ് തന്നിട്ടുണ്ട്, നമ്മളിനി വരും സമയത്ത് നമുക്ക് പോവാം, നമ്മുടെ വണ്ടിയിൽ നോർമലി നമ്മൾ ഞങ്ങളുടെ കാറിൽ തന്നെ ആയിരുന്നു ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എന്തോ അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോയി. നമുക്ക് അത്ര കളക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ, ഒരു ബിലോ 400 തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ബിലോ 400 ആണ് എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിരിക്കുന്നത്. ആൻഡ് കുറച്ചുകൂടെ ഹാൻഡി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഒരു സൂട്ട് കേസിലുള്ള സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് MRP റേറ്റ് ഉണ്ട്. പക്ഷെ അത് കൂടാതെ ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ ഇതിൻ്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ നമ്പർ വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്തു. ഇതിൻ്റെ അകത്ത് റേറ്റ് കണ്ടിട്ട് ബില്ലിങ്ങിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് റേറ്റ് വ്യത്യാസം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് രജിസ്റ്റേർഡ് കസ്റ്റമർ ആണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് എൻട്രി ചെയ്ത് നോക്കാൻ പറഞ്ഞു. ജസ്റ്റ് അതിൻ്റെ ആപ്പിലൊന്ന് കയറി ഒന്ന് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ, രജിസ്റ്റേർഡ് നമ്പർ നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് എൻ്റെ ഒരു ആദ്യത്തെ വിസിറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ കളക്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരു 299 279 എന്നൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എനിക്ക് 239 എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ പ്രോഡക്ട്സ് ഒക്കെ വരുമ്പോൾ ഞാനത് പറയാം. ബെസ്റ്റ് തിങ്, ഇവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇഷ്ടമുള്ളതൊക്കെ കാർട്ടിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ അവിടെ ചിലപ്പോൾ പിക്ക് ചെയ്ത് എല്ലാം സോർട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ കാർട്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഞാൻ ഒരു ചെറിയ ബാഗ് ഇൻ ദ സെൻസ് ഇടുന്ന തന്നെ ഞാനൊരു ബാഗ് വാങ്ങിച്ചു. പക്ഷേ ഇത്രയേറെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല ഗൈസ്. അതാണ് ഓക്കെ. അപ്പോൾ എനിക്ക് കയ്യിൽ കിട്ടുന്ന അനുസരിച്ച് റാൻഡമായിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കിട്ടിയത് ഈ ഒരു ക്ലോക്കാണ്. കണ്ടപ്പോൾ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി. ഒരെണ്ണം എടുത്തോളൂ. ഇതിലൊക്കെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, 1-2 എണ്ണം എടുക്കേണ്ടതായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ലെറ്റേഴ്സ് കണ്ടോ, ഇങ്ങനെ ഹോളാണ്. ഓക്കെ, ഞാനിത് കവർ ഇപ്പോഴേ പൊട്ടിക്കുന്നില്ല, കാരണം ഇപ്പോഴൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ സാധനങ്ങളൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന വീഡിയോസ് ഒന്നും ഇപ്പോൾ തൽക്കാലം എനിക്ക് കാണിക്കാൻ നിവർത്തിയില്ല. പക്ഷേ ഇനി വരും വീഡിയോസിലൊക്കെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഞാനത് പറയാം, ഇത് ഐക്യന്ന് വാങ്ങിച്ചാണ് കേട്ടോ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഞാൻ ഇവിടെ ഈ ഒരു നമ്പേഴ്സൊക്കെ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്ലോക്ക് വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ഒരു ബാറ്ററിയാണ് ഇടാൻ പറ്റുന്നത്. ബാറ്ററി ഒന്നും ഇട്ടിട്ടില്ല. ഇത് സ്റ്റിൽ
വർക്കിംഗ് ആണോ എന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല, ഇനി അവിടെ വരെ പോകാൻ പറ്റില്ലല്ലോ. സോ ഞാൻ ഇതിൻ്റെ റേറ്റ് കൂടെ പറയാം. ഇതിൻ്റെ MRP റേറ്റ് 321 ആണ്. പക്ഷേ എനിക്ക് 239 ഞാൻ പറഞ്ഞില്ലേ, ഡിസ്കൗണ്ട് റേറ്റിന് നമുക്ക് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അത്ര വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊരു ഓഫറിലും കിടക്കുകയാണ്, കുറേ അധികം സാധനങ്ങൾ ഓഫറിലും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിത് 239 റുപ്പീസിനാണ് ഈ ഒരു ക്ലോക്ക് കിട്ടിയത്. ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ ഡീറ്റെയിൽ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് റാൻഡം ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോട്ടാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്, സെറാമിക് അല്ല. പക്ഷെ ഞാൻ സെറാമിക് 2 പോട്ട് എടുത്തിട്ടുണ്ട്, ഞാനത് കാണിക്കാം. അപ്പോൾ ഇത് പോട്ടാണ്. ഇതിൻ്റെ അകത്ത് വെക്കുന്ന പ്ലാന്റ്സ് ഒന്നും തന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അറിയാമായിരിക്കുമല്ലോ, എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ചധികം ലൈവ് പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഞാൻ അത് തന്നെ പ്ലേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഡ്രെയിനേജ് ഹോളൊന്നും ഇല്ല, ഞാൻ മിക്കവാറും അത് ഹോള് ചെയ്യില്ല. കാരണം നമ്മുടെ ലൈവ് പ്ലാന്റ്സ് ഇതിൻ്റെ അകത്തേക്ക് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഹോൾസ് ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം ഇതിൻ്റെ അകത്ത് കളക്ട് ആയിക്കോളും. ഇതിന് MRP ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. പക്ഷേ ഇതെനിക്ക് 129 കിട്ടിയത്. വർത്താണോ എന്ന് ചോദിച്ചാൽ ഇതിൽ എനിക്ക് കുറച്ചൊരു റിഗ്രറ്റ് ഉണ്ടോ എന്നല്ല, പക്ഷേ ഇത് വർത്താണോ, കാരണം ഇതിനേക്കാൾ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ മീഷോയിൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് ഞാൻ കണ്ടു. ബട്ട് സ്റ്റിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. അതുകൊണ്ട് ഞാൻ ഒന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. ബട്ട് ക്വാളിറ്റി വൈസ് ഒക്കെ നൈസാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സൂട്ട് കേസിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റ് ഉണ്ടായതുകൊണ്ട് ഇതൊന്ന് ഇങ്ങനെയൊന്നും ആയായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ആണ് അത്, പിന്നെ വൈറ്റ് തീം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. ബട്ട് സ്റ്റിൽ ഐ ലവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ്. ഇതാണ് അടുത്ത പോട്ട്. ഇതും വൈറ്റ് ആണ്. ഇതൊരു പോട്ടാണ്, ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ, ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു പോട്ടാണ്. ഇതിൻ്റെയും വില എനിക്ക് അത്ര അങ്ങോട്ട് ഇതില്ല. ഞാൻ ബില്ലും നോക്കി, എനിക്കൊരു 149 ബിൽ എമൗണ്ട് കണ്ടു. അതെനിക്ക് തോന്നി ഇതാണെന്ന്. ഒരു എന്തായാലും ഒരു 150 ബിലോ ആണ്. ഇനി ഇത് ഓഫറിലായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ല ക്വാളിറ്റിയാണ്, നല്ല ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷെ നല്ല ഹാർഡാണ്. മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കാണുമ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതാണ് എൻ്റെ തേർഡ് പർച്ചേസ്. അടുത്തത് കുറച്ച് ഓർഗനൈസേഴ്സ് ആണ്. ഞാൻ ബേസിക്കലി ഓർഗനൈസേഴ്സ് മാത്രം, കാരണം വലിയതായിട്ടുള്ള ചെയേഴ്സ്, ടേബിള് അങ്ങനെയൊക്കെയുള്ള അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും കൊണ്ടുവരാൻ പോസിബിൾ അല്ലായിരുന്നു. കാരണം 2 ഡേയ്സിന് വേണ്ടിയിട്ട് നമ്മൾ പോയി. ഫ്രൈഡേ നമ്മൾ പോയി, സൺഡേ തിരിച്ച് അവിടുന്ന് കയറി. അപ്പോൾ അതിന് ഡെലിവറിയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൊറിയർ ആണെങ്കിലും ചെയ്യാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയ്യിൽ കൊള്ളാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. സോ അടുത്തത് ഒരു ഓർഗനൈസറാണ്. ഈ രീതിയിലത്തെ ബോക്സുകളാണ് വരുന്നത്. കൂടുതലും ഒരു പെയിൽ ഗ്രീൻ, ഞാനിവിടെ ബാക്കിൽ അടിച്ചേക്കുന്ന ഈ ഒരു പെയിന്റ് ഇല്ലേ, ആ ഒരു ഗ്രീനും വൈറ്റും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ കൂടുതലും ഒരു ഗ്രീൻ വൈറ്റ് ടച്ച് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇതെനിക്ക് നല്ല ക്വാളിറ്റി, നമ്മളിത് കുറേ അടുത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. ലിഡില്ല ഇതിങ്ങനെ പിടിക്കാനേ പറ്റത്തുള്ളൂ, വേറെ ലിഡ് ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷേ ക്യൂട്ടായിട്ട് തോന്നി, അടിപൊളിയായിട്ട് തോന്നി. ഇതിൻ്റെ അകത്ത് MRP കാണുന്നില്ല, പക്ഷേ എനിക്ക് 159 ആണ് ആയത്. സോ ഇതിൻ്റെ ഒരു വൈറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 എണ്ണം കുറച്ച് ഗ്രീൻ ടച്ച് ആയിക്കോട്ടെ. ഇതെല്ലാം എനിക്ക് 159 ആണ് ഈച്ച്, ഓരോന്നും 159. അപ്പോൾ ഇതിൻ്റെ 2 ഗ്രീനും എടുത്തിട്ടുണ്ട്. നല്ല കളറല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ടും ഒരു സൈഡിൽ കുറച്ച് കർവായിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, കിച്ചണിലായാലും അതേപോലെ തന്നെ വാഷ് ഏരിയയിലായാലും അതേപോലെ നമ്മുടെ വാഷ്റൂമിലൊക്കെ ആണെങ്കിലും നമ്മുടെ ടിഷ്യൂസും ബാക്കി കാര്യങ്ങളും സ്കിൻ കെയർ ഐറ്റംസും ഒക്കെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് 3ഉം ഒരേ സൈസിൽ വരുന്ന 3 എണ്ണമാണ് അടുത്ത വാങ്ങിയത്. ഈ വൈറ്റ് കണ്ടില്ലേ, ഈ വൈറ്റിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയതാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് കുറച്ച് നല്ല വലുപ്പമുണ്ട്. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞിടത്തൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഇൻ പ്രാക്ടിക്കൽ ഞാൻ യൂസ് ചെയ്ത് വരുമ്പോഴേ ഞാൻ എവിടെ ആയിരിക്കും അത് പ്ലേസ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റിൽ ഞാൻ സാധനങ്ങൾ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എവിടേക്കാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഓർഗനൈസ് ചെയ്യുന്നതെന്നൊക്കെ വരും വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതെനിക്ക് ഓഫർ കഴിഞ്ഞിട്ട് 239 ആണ് കിട്ടിയത്.
ഐ എം സോ ഹാപ്പി. കാരണം ഇതിന് നമുക്ക് നോക്കിയിടാം, ഇത് നമ്മൾ കുറച്ചുകൂടെ എമൗണ്ട് പ്രൈസും കൂടെ കമ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ 159 ദാറ്റ് ഈസ് 160 ആണ് കിട്ടിയത്, 160ക്കാണ് ഇത് ഓരോന്നും കിട്ടിയത്. ഇത് 239 ആകുമ്പോൾ 240ക്കാണ് കിട്ടിയത്. അപ്പോൾ ഒരു 80 റുപ്പീസിൻ്റെ വ്യത്യാസമാണ്. പക്ഷേ അത് 80 റുപ്പീസിനേക്കാട്ടിൽ നോക്കി ആ ഒരു സ്പേസ് കണ്ടോ, ഇവിടെ കുറച്ചുകൂടെ ഓപ്പൺ ആണ്, കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ കുട്ടിയാണ്. പക്ഷേ ഇത് എപ്പോഴും നമ്മൾ എടുത്ത് ഉപയോഗിക്കാന്നുള്ളതല്ല. പക്ഷെ വേണമെങ്കിൽ ഡ്രസ്സസ് വേണമെങ്കിൽ അത്യാവശ്യം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. പക്ഷെ അതിനായിരിക്കത്തില്ല ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് അടുത്തൊരു പർച്ചേസ്. അങ്ങനെ ശരിക്കും ഇതേപോലത്തെ 2 ഗ്രീന്, ഒരു കുഞ്ഞ് വൈറ്റ്, അതേപോലെ തന്നെ ഇത് 4 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സോ അടുത്തത് വീണ്ടും ഓർഗനൈസർ തന്നെയാണ്. ഇത് ശരിക്കും നമ്മുടെ ഈ ഡ്രോയർ ഉണ്ടല്ലോ, ബെഡ്റൂമിൻ്റെ ആയാലും അല്ലെങ്കിൽ കിച്ചൻ്റെ ആയാലും ഒരു ഡ്രോയർ സ്പേസിൽ നമുക്കിങ്ങനെ പല ഷേപ്പുകളായിട്ട്, അതായത് ഇങ്ങനെ ഒരു വലിയത്, പിന്നെ ഇതേപോലത്തേത്, അത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ ചെറുത് കൂടെ ഉണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ ഒരു ഹാഫ്, ഇത്രയും പോർഷൻ, മനസ്സിലായോ, ഇത്രയും പോർഷൻ മാത്രം ഉള്ളതുണ്ടായിരുന്നു. അത് നമുക്ക് ശരിക്കും ഇങ്ങനെ കുട്ടി സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് കൊള്ളായിരുന്നു. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് വേണം എന്ന് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ അതൊരു കമ്പൈൻഡ് ആയിട്ട് ഒരു ഡ്രോയർ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലത്തെ വേണമെങ്കിൽ 2 എണ്ണം, ഇതുപോലത്തെ 2 എണ്ണം, മറ്റേ 2 എണ്ണം ആകുമ്പോഴത്തേക്ക് ഒരു ഡ്രോയർ കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പിക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇത് ഒരെണ്ണത്തിന് 49 റുപ്പീസാണ്, 49-50 റുപ്പീസാണ്. ഇത് 29 റുപ്പീസാണ് ഒരെണ്ണത്തിന്, അതായത് 30 റുപ്പീസാണ് ഒരെണ്ണത്തിന്. അങ്ങനെ 2 എണ്ണം. ആൻഡ് ഓൾസോ ഇത് അങ്ങനെ 3 ഓർഗനൈസേഴ്സ് ആണ് വാങ്ങിച്ചത്. ഇതിനൊന്നും ലിഡില്ല, ജസ്റ്റ് നമുക്ക് ഈസി ആക്സസ് ആയിട്ട് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാം, എടുക്കാം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അടപ്പൊന്നും ഇല്ല. ഞാൻ വാങ്ങിച്ചത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഇത് ശരിക്കും എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു വെക്കത്തില്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്നാക്സിൻ്റെ എന്തെങ്കിലും പാക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പൾസസ് ആയിക്കോട്ടെ, പൊട്ടിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്ത് കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി, എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയതിൻ്റെ ഗ്രീൻ കളറ് 8 എണ്ണം, റോസ് കളർ 8 എണ്ണം, പിന്നെ അതുപോലെ കുഞ്ഞിതിൻ്റെ 2ഉം 5 എണ്ണം വീതം. അങ്ങനെ 8 8 16 10 26 26 പീസസ് ആണ് മൊത്തത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ പാക്കറ്റിലാണ് വരുന്നത്. ആൻഡ് ഇതിൽ കണ്ടോ ഇങ്ങനെ വരും. ഒരെണ്ണം എടുത്ത് കാണിക്കാം. ഇതേപോലെ റോസ് കളറിലാണ് ഇതേപോലെ വരുന്നത്. എന്നിട്ട് നമ്മൾ ആ പാക്കറ്റ് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ അതങ്ങനെ ഇരിക്കും, എയർ ടൈറ്റ് ആയിട്ടിരിക്കും. ആ കവറിൽ നിന്ന് നമ്മൾ വേറൊരു ഡബ്ബയിലോട്ട് എല്ലാം നമ്മളിങ്ങനെ മാറ്റുന്നില്ലല്ലോ. എന്തെങ്കിലും സ്നാക്സോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ഇതൊക്കെ ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച് മീഷോയിലും വേറെ ആപ്പുകളിലൊക്കെ കാർട്ടിലിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ എനിക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടും അതേപോലെ തന്നെ ഹാൻഡി ആയിട്ട് പെട്ടെന്ന് കിട്ടിയപ്പോൾ അങ്ങനെ ഞാൻ പിക്ക് ചെയ്തതാണ് കേട്ടോ. സോ ഈ 26 പീസിൻ്റെ ഇതിന് എനിക്ക് 99 റുപ്പീസേ ആയുള്ളൂ. അപ്പോൾ എനിക്കത് വേർത്തായിട്ടാണ് തോന്നിയത്. ഐക്യന്നൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റത്തില്ലായിരിക്കും, ഐക്യന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഐറ്റമാണ്. പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല, എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നന്നായിട്ട് വരും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് വലിയ സൈസ്, ഇതാണ് ചെറിയ സൈസ്. അപ്പോൾ ഈ രീതിയിൽ 26 എണ്ണമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അടുത്തത് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന ബൗളുകളാണ്. ഇത് ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല, ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല. ഇതാ ഈ ഒരു രീതിയിലാണ്, കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ 6 ബൗളുകളാണ് വരുന്നത്. പ്ലാസ്റ്റിക് തന്നെയാണ്, ബട്ട് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. നമുക്കിത് ചെറിയ സ്നാക്സുകൾ എടുക്കാനോ അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം, എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. 6 എണ്ണമാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് വരുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് ഫീൽ ചെയ്തു, അങ്ങനെ എടുത്തതാ. 99 റുപ്പീസാണ് ഈ 6 ബൗൾസിനായത്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഇതിനേക്കാൾ നമുക്ക് വില കുറച്ച് കിട്ടുമായിരിക്കാം. ബട്ട് സ്റ്റിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, എടുത്തു, അങ്ങനെ. ഓക്കെ, ഞാൻ എടുത്തതല്ല, എൻ്റെ ഹസ്ബൻഡ് എടുത്തതാണ്. പക്ഷെ ഇതും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഓർഗനൈസിങ് പർപ്പസിന് ഉപയോഗിക്കാം. സോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇടുമല്ലോ. സോക്സോ ഇന്നേഴ്സോ ഹാൻഡ് കർച്ചീഫോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അപ്പോൾ അതിങ്ങനെ വട്ട ഷേപ്പിൽ ഞാനിവിടെ ഫോട്ടോ കാണിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലത്തെ
കാര്യമാണിത്. ഇതും ഞാൻ ഗ്രീൻ കളറാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ തന്നെ എടുത്തു. ഇത് ഇപ്പോൾ MRP കാണിക്കുന്നത് 279 ആണ്, പക്ഷേ ഇത് എനിക്ക് ഓഫറിനാണ് കിട്ടിയത്. 199 എനിക്ക് കിട്ടിയത്. വേർത്താണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, കാരണം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഞാനിങ്ങനെ ഓർഗനൈസ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ ഇതിൽ തന്നെ ഇട്ടേക്കാൻ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് പുറത്തിരുന്ന സമയത്ത് ഇങ്ങനെ പറന്നു പോവാതിരിക്കാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ ഇട്ട് നമ്മൾ സ്പേസ് കളയുന്നതിന് പകരം ഈ ഒരു സാധനം തൂക്കിയിട്ടിട്ട് ഇതിൻ്റെ അകത്ത് ക്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിൽ കൊള്ളുകയും ചെയ്യും, അത്യാവശ്യം സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇത് നേരത്തെ പണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ, പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്തായാലും ഇത് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്, എന്തായാലും യൂസ്ഫുൾ ആണ്. 199 റുപ്പീസാണ് അതിനായത്. അടുത്ത ഇതാണ്. ഇതെനിക്ക് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കുറേ പേരെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇത് വേണം 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 എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇത് എനിക്ക് വീഡിയോ വെക്കുമ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇത് നമ്മുടെ അടുക്കളയിലൊക്കെ സിങ്കിൽ ഇതിങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യും. ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലും സൈഡിൽ കാണിക്കാം. അപ്പം സിങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഇതിൻ്റെ അകത്തിട്ടിട്ട് വാഷ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മെയിൻ കാര്യം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഹോൾസാണ്, കണ്ടോ? അപ്പോൾ ഈ ഹോളിലൂടെ അങ്ങ് പോകും. അപ്പം ഇതിൻ്റെ അകത്ത് വെജീസ് ആയാലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയാലും എന്ത് കാര്യം ആയാലും നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ MRP ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര വേർത്തായിട്ട് നോക്കി. എനിക്ക് 149 റുപ്പീസ് ആണെന്ന് തോന്നുന്നു ഇതെനിക്ക് കിട്ടിയത്. എന്തായാലും 150 റുപ്പീസിന് ഇതെനിക്ക് ഒത്തിരി വേർത്തായിട്ട് തോന്നി. 150 ആണ്, എന്തായാലും 200 ബിലോ ആണ്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പം നമ്മൾ ഈ സാമ്പാറിനൊക്കെ അരിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ സാമ്പാറിനൊക്കെ ചെത്തി കഴിയുമ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് ഓരോ പാത്രം വെള്ളം എടുത്തു, അത് കഴുകി കളഞ്ഞു, പിന്നെ അടുത്ത വെള്ളം എടുത്തു, ആ ഒരു ഇതില്ലാതെ ഇതിൻ്റെ അത് ഇട്ടിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വെള്ളം ഡ്രെയിൻ ആയി പോവുകയും ചെയ്യും, പെട്ടെന്ന് നമുക്ക് പണിയും കഴിയും, ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതായത് ഒരു വൈറ്റ് കളറിൽ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഞാൻ കുറേ പേരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. കണ്ടെയ്നർ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ അകത്താണെങ്കിൽ ഇതേപോലെ ഹോളുള്ളൊരു സാധനമുണ്ട്, അതിനൊരു ലിഡുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടെയ്നറിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ അകത്തെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് അങ്ങ് പോവും. ഇത് നമ്മളില്ല വാഷിംഗ് മെഷീനിൽ തുണി സ്പിൻ ചെയ്യത്തില്ലേ, ആ ഒരു രീതിയിൽ. അപ്പോൾ അതെനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ 300 ബിലോ അങ്ങുണ്ടായിരുന്നു, 200 ആൻഡ് സംതിങ്. അത് പ്രൈസിൻ്റെ അല്ല, പക്ഷേ അതെന്തോ എനിക്ക് അന്നേരം ഞാൻ എടുത്തില്ല. എന്തുകൊണ്ട് എടുത്തില്ല, ഞാനിങ്ങനെ സ്പേസ് ഇതൊക്കെ കൊള്ളാമോ, കാരണം ഞാൻ എടുത്ത ബാസ്ക്കറ്റിൽ കുറച്ചധികം സാധനങ്ങളായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ ഇത് കൊള്ളുമോ, ഇത് എല്ലാവരും എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ, ബുദ്ധിമുട്ടാവുമോ എന്നുള്ള കാര്യം കൊണ്ടാണ്. പക്ഷേ ഇപ്പം ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നു, അത് എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും ഞാൻ കാണിക്കാം, അതും ഉണ്ടായിരുന്നു. അതിനി എപ്പോഴെങ്കിലും ഞാനിനി പോകുമ്പോൾ ഇനി ഓൺലൈൻ സൈറ്റിലൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ അല്ലാതെ ഇനി എപ്പോഴെങ്കിലും ബാംഗ്ലൂരൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവിടെ കയറി ഇനിയും ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാനത് വാങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ അടുത്തൊരു പർച്ചേസ്. അപ്പോൾ അടുത്തത് ഇതേപോലത്തെ 2 മിനി അലാം ക്ലോക്കുകളാണ്. സത്യം പറയാമല്ലോ, ഇത് മാത്രമേ എൻ്റെ ഹസ്ബൻഡ് എടുത്തുള്ളൂ. ഇതും ആ ഹാങ്ങർ മാത്രമേ ഹസ്ബൻഡിൻ്റേതായിട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും ഞാനാണ് പിക്ക് ചെയ്തത്. അപ്പോൾ ഇതും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ബെഡ്റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കിച്ചണിലാണെങ്കിലും നമുക്കിങ്ങനെ കുറച്ച് ക്യൂട്ടാണ് ആൻഡ് യൂട്ടിലൈസും ചെയ്യാം. ഇതിന് MRP 200 ആണ് ഒരെണ്ണത്തിന് ഇട്ടിരിക്കുന്നത്. സോ അങ്ങനെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുവെക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കറാണ്, 12 o'clock എന്ന് എഴുതിയേക്കുന്ന സ്റ്റിക്കറാണ്. ഇതിങ്ങനെ പീൽ ചെയ്ത് കളയാം, എന്നിട്ടാണ് ഇതാക്കുന്നത്. ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാറ്ററി ഇടേണ്ട വരുമായിരിക്കും, ബട്ട് സ്റ്റിൽ കാണാമല്ലോ. ഇത് ഞാൻ പാക്കറ്റ് പോലും പൊട്ടിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇതാ ഈ 2 സാധനങ്ങൾ കൂടെ വാങ്ങിച്ചിട്ടുണ്ടോ. സോ അടുത്തത് ഞാൻ ഈ ഒരു ഓർഗനൈസറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പലയിടത്തും ഉപയോഗിക്കാം. ഇത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടും തോന്നി. MRP കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിനെനിക്ക് 69 റുപ്പീസിനാണ് ഒരെണ്ണം കിട്ടിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, മീൻസ് ഒരു പ്ലാസ്റ്റിക് ആണ്, ബട്ട് സ്റ്റിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കാരണം നമ്മളിത് ഇങ്ങനെ എടുത്ത് എപ്പോഴും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ കിച്ചണിൻ്റെ ഡ്രോയറിൽ ഇതിട്ടിട്ട് ആൻഡ് സ്പൂണുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പം കത്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്പൂൺ ആണെങ്കിൽ അല്ലെങ്കിൽ സ്പാച്ചുലാസ് എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ, പക്ഷേ
ബെഡ്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ വലിപ്പമുള്ളതൊന്നും ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ വലിപ്പമായിരുന്നു. അപ്പോൾ അത് ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ട് നമ്മളന്ന് എടുത്തില്ല. അപ്പം ഈ ഒരു രീതിയിലത്തെ ഒരു കട്ട്ലറി ട്രേ ആണ്. അത് പേരും കട്ട്ലറി തന്നെയാണ്. അപ്പോൾ കിച്ചണിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്യാം. ഇതേപോലത്തെ കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ ഇങ്ങനെ 2 എണ്ണം വെക്കാം. അല്ലെങ്കിൽ അല്ലാത്ത ഡ്രോയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം എല്ലാ സ്പൂണുകളും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ അറേഞ്ച്ഡ് ആവും. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 69 റുപ്പീസാണ് ആയിരിക്കുന്നത്. സോ അതാണ് ഇത്. എനിക്ക് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഷോപ്പിൽ തന്നെ കിട്ടും, ഇത് കട്ട്ലറി ട്രേ ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ അത് കുറച്ചുകൂടെ പ്രൈസി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് പക്ഷേ ഒരു കുഞ്ഞിയാണ്. മറ്റേത് കുറച്ചുകൂടെ റേറ്റ് ആയെങ്കിലും ഒരു ഫുൾ ഡ്രോയർ കവർ ചെയ്തിരിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടം തോന്നി. അങ്ങനെയാണ് ഇത് നമ്മളെടുത്ത്. ഇതാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ പർച്ചേസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് സെറാമിക് ആണ്, താഴെ വീണാൽ പൊട്ടും. എനിക്ക് ഏറ്റവും പേടിയുള്ള ഇതായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ ഇത് കൊണ്ടുവരും എന്നുള്ളൊരു ഇതില്ല. പിന്നെ അവർ തന്നെ പുറത്തിങ്ങനെ ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ഞാൻ ടേപ്പൊക്കെ ചുറ്റി പിന്നെ നമ്മൾ സൂട്ട് കേസിലാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടുകൂടെ കുറച്ച് സേഫായിട്ടിരുന്നു. പിന്നെ ബസ്സിൽ നമ്മൾ താഴെ ലഗേജ് വെക്കാനുള്ളടുത്ത് ആ സൂട്ട് കേസൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയോ ഇവിടെ എത്തിച്ചു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഈ കളറുമായിട്ട് നല്ലോണം മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അകത്ത് ആ ഗ്രീൻ ടച്ച് തന്നെയാണ്, പുറത്തും ആ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് പോയേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രെയിനേജ് ഹോൾസ് ഇല്ല. പക്ഷെ ഞാനാണെങ്കിൽ വിചാരിക്കുന്ന എൻ്റെ ലൈഫ് പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഹോൾസ് ഉണ്ടാകും. അപ്പോൾ വെള്ളം ഇതിൻ്റെ അകത്ത് പെട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ താഴെ പിന്നെ പ്ലേറ്റ്സ് ഒന്നും വെക്കണ്ട, വെള്ളം കളക്ട് ചെയ്യാനായിട്ട് പ്ലേറ്റ് ഒന്നും വേണ്ട. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടിരിക്കും. ഇതെല്ലാം എനിക്കിങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ഇതെല്ലാം ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട്. ബട്ട് ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് കാണിക്കാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരെണ്ണം അല്ല 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതേ കളറിൻ്റെ തന്നെ കുറച്ചുകൂടെ കുഞ്ഞിതും ഉണ്ടായിരുന്നു, വേറെയും ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഗേളി പിങ്ക് ഉണ്ടല്ലോ, നമ്മുടെ പിങ്ക് കാണുന്ന പേസ്റ്റൽ പിങ്ക് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് എടുക്കാൻ ഒന്നും ട്രാൻസ്പോർട്ടേഷൻ പറ്റാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് നമ്മൾ എന്തായാലും ഫ്യൂച്ചറിൽ പോയിട്ട് അതെല്ലാം തന്നെ ഞങ്ങൾ കളക്ട് ചെയ്യുന്നതായിരിക്കും. നല്ല ഡിസൈനാണ് ഇത്. നമുക്ക് തൊടുമ്പോഴും ഉണ്ട്. അത് ജസ്റ്റ് വരച്ചേക്കല്ല, അത് ശരിക്കും ആ ഒരു ഡിസൈൻ ഇങ്ങനെ തൊടുമ്പോഴും കണ്ടോ ആ ഒരു കേവ് വരുന്നുണ്ട്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മീഷോയിലും കണ്ടു ഞാൻ അവിടെ കണ്ട സെയിം ഒരു ഡിസൈൻ തന്നെ ആ ഗേളി പിങ്ക് എന്ന് പറഞ്ഞ് ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങും, ഇല്ല എന്നുണ്ടെങ്കിൽ ഐക്യ തന്നെ പോയി വാങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ലാസ്റ്റ് പർച്ചേസ്. സോ ഇത് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേർത്തായിട്ടാണ് തോന്നിയത്. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും എനിക്ക് വേർത്തായിട്ടാണ് തോന്നിയത്. പിന്നെ അത് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. ആൻഡ് ഓൾസോ അതൊരു ഹാപ്പിനെസ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഐക്യ പോകണം, വിസിറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോയി വിസിറ്റ് ചെയ്തു. ഞാൻ കണ്ടതിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പിക്ക് ചെയ്തു. അങ്ങനെ ഇനിയും നല്ല നല്ല സാധനങ്ങളുണ്ട്. പക്ഷേ ഫേർണിച്ചറൊക്കെ കുറച്ച് പ്രൈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, പിന്നെ കൊണ്ടുവരാനും ഒക്കെ. പക്ഷേ ഇതേപോലത്തെ കുറച്ച് കുട്ടി അക്സസറീസ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സ്റ്റോറേജ് ഐറ്റംസ്, വേസ്റ്റ് ബിൻസ്, കുറേ കണ്ടെയ്നേഴ്സ്, ബൗൾസ്, അങ്ങനെയൊക്കെ എനിക്ക് കുറേ അഫോർഡബിൾ ആയിട്ടും, അത് നമുക്ക് ഓരോരുത്തരുടെയും പോലെയാണല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് കുറച്ച് പ്രൈസി ആയാലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച്. പക്ഷേ എനിവേ എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇത്രയേറെ സാധനങ്ങളെ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ബട്ട് സ്റ്റിൽ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ഞങ്ങൾ ഇനിയും പോകും, അല്ലെങ്കിൽ ഇനി പുറത്ത് വേറെ ഏതെങ്കിലും ഐക്യ പോയാലോ ഒക്കെ പർച്ചേസ് ചെയ്യാം. ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലും പോയായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്തില്ല. കാരണം ഫസ്റ്റ് ഡേ ആണ് ഇത്രയും വാങ്ങിച്ചത്. അപ്പോൾ ഇത് തന്നെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഞാൻ അങ്ങനെ ഒന്നും കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് അവിടെ കണ്ട ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം മീഷോയിൽ കിട്ടുന്നതായിട്ടാണ് തോന്നുന്നത്. മീഷോയിൽ കുറച്ച് പ്രൈസിയാണ്. മീൻസ് എനിക്ക് അവിടെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മീഷോ അഫോർഡബിൾ ആണ്. പക്ഷെ അവിടെ ചെന്ന് അതിൻ്റെ റേറ്റ് അറിഞ്ഞിട്ട് പിന്നെ മീഷോയിൽ നോക്കുമ്പോൾ ഓക്കെ കുറച്ച് കൂടുതലായിട്ട്. പക്ഷെ ഉറപ്പ് അങ്ങനെ ആണല്ലോ, ഒരു ആപ്പ് വരുമ്പോൾ അവർക്ക് അത് അവരുടെ ഒരു ഇൻട്രസ്റ്റ് കൂടി ഇട്ടിട്ടായിരിക്കും നമുക്ക് പ്രോഡക്റ്റ് എടുക്കുന്നത്. പിന്നെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എല്ലാം. സോ അത് വെച്ച് നോക്കുമ്പോൾ മീഷോയിലും കിട്ടുന്ന രീതിയിലത്തെ കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തില്ല. പിന്നെ ഞാൻ അവിടെ ഫോറം മോളിൽ മിനിസോയിൽ കയറിയപ്പോൾ
കുറച്ച് കുട്ടി സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. പക്ഷെ അതിപ്പോൾ കാണിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ അവിടെ നിന്നും ഞാനൊരു ഓർഗനൈസറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. പക്ഷെ അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ നോക്കുക. അതിൻ്റെ അകത്ത് ഐക്യയുടെ ആപ്പുണ്ട്. സോ ഐക്യയുടെ ആപ്പിൽ കയറുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാർട്ടിലിട്ട് വെക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഐക്യ വിസിറ്റ് ചെയ്യുമ്പോൾ അത് പർച്ചേസ് ചെയ്യുക. ആൻഡ് ഓൾസോ ബാംഗ്ലൂരൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ പിൻകോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ കുറച്ചധികം സംസാരിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഓരോ സാധനങ്ങളെക്കുറിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയതിൽ. ആൻഡ് ഐ ആം സോ ഹാപ്പി. നിങ്ങൾക്കും എന്ത് സാധനമാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻസ് പറയണം. അതേപോലെ ഇനി എന്ത് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് കമൻസ് പറയണം. എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ പേർപ്പസും യൂസേജും ഒക്കെ കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.